ചേച്ചിക്ക് ഒരു പിടിവാശിയുണ്ട്. എന്തെങ്കിലും കാര്യങ്ങൾ വിചാരിച്ചാൽ അത് ഞാനൊരു കാര്യം ഇന്നത് ചെയ്യണം എന്നൊരു ശാഠ്യം വന്നു കഴിഞ്ഞില്ല, അതേ ചെയ്യുള്ളൂ. ഒരു തരത്തിലും വിട്ടുകൊടുക്കാൻ തയ്യാറല്ല ചേച്ചി. അത് ചെറുപ്പം തൊട്ടേ പുള്ളിക്കാരുടെ ശീലം അങ്ങനെയാണെന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത്. അങ്ങനെ ഒരാൾ എന്തിനാണ് മാരിയോ ബ്രദർ ഇത്രയും നാൾ സഹിച്ചു കൂടെ കൊണ്ടുപോയി കിടക്കേണ്ട കാര്യം? അതിൻ്റെ മെയിൻ പോയിന്റാണ് നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് എന്നോട് ചോദിക്കുന്ന ഒരു കാര്യമില്ല, രണ്ട് പെൺമക്കൾ എന്ന്. അവരൊന്ന് പ്രായപൂർത്തിയാവട്ടെ, അവരവരുടേതായ ഒരു വഴിക്ക് മാറട്ടെ എന്ന് ഭയങ്കര ആഗ്രഹം ബ്രദറിനുണ്ടായിരുന്നു. അതുകൊണ്ടാണ് അവരൊരു ഇതിലേക്ക് എത്തുകയും പിന്നെ കുടുംബ ജീവിതം എന്ന് പറയുമ്പോൾ പറയാമല്ലോ, പലതും അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം ഒരു വിട്ടുവീഴ്ചയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ കഴിഞ്ഞ മീറ്റിങ്ങിന് പുള്ളി പറഞ്ഞൊരു കാര്യമുണ്ട്, ഇത്രയും വർഷത്തിൻ്റെ ഇടയ്ക്ക് ആദ്യമായിട്ടാണ് പുള്ളി ജിജിയോട് ഇത്ര സ്റ്റേണായിട്ട് പറ്റില്ല, ഈ തെറ്റ് നീ തിരുത്തണം എന്നുള്ളത് സ്ട്രോങ് ആയിട്ട് പുള്ളി പറയുന്നത്. അത് വൈകിപ്പോയി, മുൻപേ പറയേണ്ടായിരുന്നു. അത് പുള്ളി തന്നെ പറഞ്ഞല്ലോ, പുള്ളിക്ക് തെറ്റ് പറ്റിയതാണ് അക്കാര്യത്തിൽ. കാരണം പലതും ഈ പറഞ്ഞ ലെവലിൽ മക്കളെ പ്രതിയും കുടുംബത്തെ പ്രതിയും, അതായത് ആളുകൾക്കൊരു പൊതുവെ ഇപ്പം ഇന്നലെ അടക്കം പുള്ളിനെ കുറിച്ച് കുറ്റപ്പെടുത്തി 1-2 വൈദികർ വീഡിയോ ഇട്ടു. പക്ഷെ അവർ ചിന്തിക്കുന്ന വൈദികർ ചിന്തിക്കുന്നത് ഇങ്ങനെയാണ്, കത്തോലിക്കനെ സംബന്ധിച്ച് കുടുംബം എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു കാര്യമാണ്. മനസ്സിലല്ലേ? കാരണം ഒരു കുടുംബം, അതായത് വിവാഹം എന്ന് പറയുന്ന ഒരു കൂതാശയായിട്ട് അവൻ്റെ ലൈഫിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു സംഭവം കൂടി കൊടുത്തിട്ടാണ് നൽകുന്നത്. ഡിവോഴ്സ് പാപമായിട്ടാണ് അവർ കാണുന്നത്. അതുകൊണ്ട് തന്നെ എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും കർത്താവ് സഹനം സഹിച്ച പോലെ ഇത് നമ്മൾ സഹിച്ച് നിൽക്കണം എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ കാര്യം. അതോടൊപ്പം തന്നെ ഒരു കാര്യമുണ്ട്, അന്യൻ്റെ വേർപ്പ് എന്നുള്ള വിലയും കൂടി നമ്മൾ കണക്കാക്കണം. അപ്പോൾ പുള്ളി കുടുംബം വേണോ ഇത് വേണോ? ഇപ്പോഴും പുള്ളി പറഞ്ഞിരിക്കുന്നത് ചേച്ചിയെ വേണ്ട, അല്ലെങ്കിൽ മക്കൾ വേണ്ട, ഇത് ചെയ്യൂല എന്നല്ല, തെറ്റ് തിരുത്താൻ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അത് സോഷ്യൽ മീഡിയ തെറ്റിദ്ധരിച്ചിട്ടുണ്ട്.